നമസ്കാരം. ഞാൻ ഡോക്ടർ സൂസൻ ജോസഫ്, കൺസൾട്ടൻറ്റ് ഗൈനക്കോളജിസ്റ്റ്. പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്നവരിലും എടുക്കേണ്ടുന്ന പ്രതിരോധ കുത്തിവയ്പ്പുകൾ, വാക്സിനേഷൻസിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പ്രഗ്നൻസിയിൽ ലൈവ് വാക്സിൻസ് നമ്മൾ കൊടുക്കാറില്ല. അതിൻ്റെ കാരണം ഈ വാക്സിൻസ് നമ്മൾ വീക്കൺ ചെയ്തെങ്കിലും, ഈ വൈറസുകളെ നമ്മൾ വീക്കൺ ചെയ്താലും, സ്ട്രെങ്ത് കുറച്ചാലും ഒരു തിയോറിറ്റിക്കൽ പോസിബിലിറ്റി ഉണ്ട്. ഇത് പ്ലാസൻ്റ ചിലപ്പോൾ ക്രോസ് ചെയ്ത് കുഞ്ഞിൽ വന്ന് ഇൻഫെക്ഷൻ ഉണ്ടാക്കാം. അതിനാൽ യൂഷ്വലി ലൈവ് വാക്സിൻസ് നമ്മൾ പ്രഗ്നൻസിയിൽ കൊടുക്കാറില്ല. പ്രഗ്നൻസിയിൽ റുട്ടീനായിട്ട് നമ്മൾ കൊടുക്കാറുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ടെറ്റനസിൻ്റെ വാക്സിൻ. ഇപ്പോൾ നമ്മൾ ടെറ്റനസിന് കൂടെ തന്നെ ഡിഫ്തീരിയയുടെയും കൂടെ പ്രിവെൻഷന് വേണ്ടി TD വാക്സിനും അതുപോലെ തന്നെ ടെറ്റനസും ഡിഫ്തീരിയയും പെർട്ടസസ് അല്ലെങ്കിൽ വില്ലൻ ചുമ, ഈ 3 പ്രോബ്ലങ്ങളും സോൾവ് ചെയ്യാനായിട്ട്, അതിനെ അഡ്രസ്സ് ചെയ്യാനായിട്ടുള്ള വാക്സിൻ, ഒരുമിച്ചുള്ള വാക്സിനുണ്ട്. ആ ടീഡാപ്പ് അല്ലെങ്കിൽ ബൂസ്ട്രിക്സ്, അങ്ങനെ പല പേരുകളിൽ അറിയപ്പെടുന്ന ആ വാക്സിനാണ് ഇപ്പോൾ സാധാരണ നമ്മൾ പ്രഗ്നൻറ്റ് ലേഡീസിന് എല്ലാ പ്രഗ്നൻസിയിലും നിർബന്ധമായി കൊടുത്തിരിക്കണം എന്നുള്ളതാണ് ഈ 3 അസുഖങ്ങൾക്ക് അഗൻസ്റ്റ് ആയിട്ടുള്ള വാക്സിൻ. ഇത് നേരത്തെ ഇപ്പോൾ ഈ വാക്സിൻ എടുത്തിട്ടുള്ളവർ പോലും അതിൻ്റെ ആ ഇമ്മ്യൂണിറ്റിയുടെ ആ അളവ് കുറയാൻ സാധ്യതയുള്ളതിനാലും എല്ലാ പ്രഗ്നൻസിയിലും ഇത് എടുക്കണമെന്നുള്ളതാണ് ഇപ്പോഴത്തെ ഗൈഡ് ലൈൻസ്. അതുപോലെ ഈ വാക്സിൻ നമ്മൾ എടുക്കാൻ പറയുന്നത് 27 to 36 വീക്സിനകമാണ്. കാരണം ഈ വാക്സിൻ എഗൻസ്റ്റ് ആയിട്ടുള്ള ആൻറ്റിബോഡി അമ്മയുടെ ബോഡിയിൽ ഉണ്ടായിട്ട് അത് പ്ലാസൻ്റ ക്രോസ് ചെയ്ത് കുഞ്ഞിലെത്തണം. അപ്പോൾ കുഞ്ഞിനും ആ ഇമ്മ്യൂണിറ്റി കിട്ടുവാൻ ഈ കുറച്ച് നേരത്തെ, ഒരു 27 ആഴ്ച മുതൽ ഒരു 34-36 ആഴ്ചയ്ക്കകം നമ്മൾ ഈ ഇഞ്ചക്ഷൻ കൊടുക്കും. എന്നാൽ ഡെലിവറിക്ക് ശേഷവും ആദ്യത്തെ ഒരു 2 മാസങ്ങളിൽ നമുക്കറിയാം, നമ്മൾ ഈ ഡിഫ്തീരിയയുടെ DPT എന്നുള്ള ഈ വാക്സിനേഷനൊക്കെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കും, പക്ഷേ ഒരു 6 ആഴ്ച കഴിഞ്ഞിട്ടാണ് കൊടുക്കുക. അപ്പോൾ ഈ സമയത്തുള്ള പ്രൊട്ടക്ഷൻ ഈ അമ്മ എടുത്ത ഈ വാക്സിനിൽ നിന്ന് കുഞ്ഞിന് കിട്ടും. അതിനാൽ ഈ കുഞ്ഞിന് ഈ ഡിഫ്തീരിയ, ഈ വില്ലൻ ചുമ തുടങ്ങിയ പ്രോബ്ലം ആദ്യത്തെ മാസങ്ങളിൽ ഇപ്പോൾ കാണുന്നുണ്ട്. അത് ഈവൻ കുഞ്ഞുങ്ങളുടെ മരണനിരക്കിനും കാരണമാകുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ പ്രോബ്ലം ഉണ്ടാവാതിരിക്കാനാണ് ഇപ്പോൾ ഈ വാക്സിൻ എല്ലാ പ്രഗ്നൻസിയിലും അമ്മമാർ എടുക്കണമെന്ന് ഇപ്പോൾ നിർദ്ദേശിച്ചിട്ടുള്ളത്. നമ്മളുടെ കേരളത്തിൽ ഇപ്പോൾ സാധാരണ നമ്മൾ ചെയ്യുക, ആദ്യത്തെ ഒരു TD വാക്സിൻ, ടെറ്റനസിൻ്റെയും ഡിഫ്തീരിയയുടെയും കൂടെയുള്ള വാക്സിൻ നമ്മൾ ആദ്യത്തെ ഒരു 3 മുതൽ 5 മാസത്തിനിടെ കൊടുക്കും. പിന്നെ ഈ സെക്കൻഡായിട്ട് നമ്മളിപ്പോൾ ഈ 3 കലർന്ന ടെറ്റനസ്, ഡിഫ്തീരിയ, പെർട്ടസസ്, ഈ 3 അസുഖങ്ങൾക്ക് അഗൻസ്റ്റ് ആയിട്ടുള്ള വാക്സിൻ നമ്മൾ ഈ 27 to 36 വീക്സിനിടയിൽ കൊടുക്കും. ഇതാണ് ഇപ്പോൾ നമ്മൾ കേരളത്തിൽ ഫോളോ ചെയ്യുന്ന രീതി. അടുത്തത് നമ്മൾ പ്രഗ്നൻസിയിൽ മസ്റ്റായിട്ടും എടുക്കണമെന്നുള്ള നിർബന്ധമുള്ളത് ഇൻഫ്ലുവൻസ വാക്സിനാണ്. നമുക്കറിയാം, ഫ്ലൂ എന്ന് പറഞ്ഞാൽ സാധാരണ കോമൺ കോൾഡിനേക്കാളും കുറച്ചുകൂടെ ബാഡായിട്ടുള്ള ഒരു കണ്ടീഷനാണ്. ഇപ്പോൾ ഈ ഫ്ലൂ പ്രഗ്നൻസി ആസച്ചൊരു ഇമ്മ്യൂണോ കോംപ്രമൈസ്, അതായത് ഇമ്മ്യൂണിറ്റി വീക്കായിട്ടുള്ള, അവരുടെ പ്രതിരോധ ശക്തി കുറഞ്ഞിരിക്കുന്ന ഒരു സമയമാണ് പ്രഗ്നൻറ്റ് ലേഡീസിന്. അപ്പോൾ ഇവർക്ക് ഈ ഫ്ലൂ പോലത്തെ അസുഖങ്ങൾ, സാധാരണ ആളുകൾക്ക് ഇത് വലിയ പ്രശ്നമുണ്ടാകാതെ പോകുന്ന ഈ ഫ്ലൂ വൈറസ് ഈ പ്രഗ്നൻറ്റ് ലേഡീസിൽ സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂ ചിലപ്പോൾ ഉണ്ടാക്കാം. ന്യൂമോണിയ പോലുള്ള പ്രോബ്ലം ഉണ്ടാകാം. നമ്മളുടെ മെറ്റേണൽ മോർട്ടാലിറ്റി, മരണനിരക്കിൽ ഈ ഫ്ലൂ മൂലമുള്ള H1N1 പോലെയുള്ള അസുഖങ്ങൾ വന്ന് മരിച്ചിട്ടുള്ള അമ്മമാരുണ്ട്. അപ്പോൾ ഇപ്പോൾ റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത് എല്ലാ പ്രഗ്നൻസിയിലും, പ്രത്യേകിച്ച് ഈ ഫ്ലൂ സീസണിൽ ഒരു ഫ്ലൂവിൻ്റെ ഇൻഫ്ലുവൻസ വാക്സിൻ എടുക്കണം. അത് ഇഞ്ചക്ഷൻ, ഇനാക്ടിവേറ്റഡ് ആയിട്ടുള്ള ഇഞ്ചക്ഷനാണ് നമ്മൾ ഫ്ലൂവിന് എഗൻസ്റ്റ് ആയിട്ടുള്ളത് അമ്മയ്ക്ക് മസിലിൽ എടുക്കുന്നത്. അത് നേരത്തെ ഇൻഫ്ലുവൻസ വാക്സിൻ എടുത്തിട്ടുള്ളവരും ഈ പ്രഗ്നൻസി പീരീഡിൽ, അതായത് ആ ഇൻഫ്ലുവൻസ ചിലപ്പോൾ ഇപ്പോൾ വരുന്നത് വേറൊരു സ്ട്രെയിൻ ആയിരിക്കാം, അപ്പോൾ അതിൻ്റെ ഇമ്മ്യൂണിറ്റിയും കുറഞ്ഞിരിക്കാം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പ്രഗ്നൻസിയിൽ ഇൻഫ്ലുവൻസ വാക്സിൻ എടുക്കേണ്ടത് അത്യാവശ്യമാണ്. ഇത് നമുക്കുള്ള പ്രോബ്ലം, റെസ്പിറേറ്ററി പ്രോബ്ലം, ശ്വാസം മുട്ടൽ, ചുമ, ന്യൂമോണിയ, ഇതിൻ്റെയൊക്കെ സാധ്യത കുറയ്ക്കുവാൻ സാധിക്കും. പിന്നെ സാധാരണ പ്രഗ്നൻസിയിൽ നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത് ഹെപ്പറ്റൈറ്റിസ് ബിയുടെ വാക്സിൻ എടുത്തുകൊണ്ടിരുന്ന ഒരാൾ, നമുക്കറിയാം അതിൻ്റെ ഡോസ് 0.16 എന്നുള്ള ഡോസ്, അതിനകത്ത് എടുത്തുകൊണ്ടിരുന്ന സമയത്ത് പ്രഗ്നൻസി ആയാൽ അവരതിൻ്റെ ബാക്കി കണ്ടിന്യൂ ചെയ്യാം. അത് പ്രഗ്നൻസിക്ക് കുഴപ്പമുണ്ടാക്കുന്നതല്ല. അതുപോലെ ഹൈ റിസ്ക് ആയിട്ടുള്ളവർ, പ്രത്യേകിച്ച് ഈ ഹെപ്പറ്റൈറ്റിസ് ബിക്ക് കൂടുതൽ സാധ്യത, റിസ്ക് ഒക്കെ ഉള്ളവർക്ക് ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിനേഷൻ പ്രഗ്നൻസിയിൽ നമ്മൾ കൊടുക്കും. അതുപോലെ പേവിഷബാധ, റാബീസിനുള്ള വാക്സിനേഷനും ഏത് സമയത്തും പ്രഗ്നൻസിയിൽ ഇറസ്പെക്റ്റീവ് ഓഫ് ദി ടൈം നമ്മൾ ഈ റാബീസ് വാക്സിനും എടുക്കാം. ഇൻഫ്ലുവൻസ വാക്സിനും ഹെപ്പറ്റൈറ്റിസ് ബി ഇതെല്ലാം എടുക്കുന്നതിന് കുഴപ്പമില്ല. പിന്നെ പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്നവർക്ക്
നമ്മൾ പറയും അവർ MMR വാക്സിൻ, അതുപോലെ ചിക്കൻ പോക്സിൻ്റെ വാക്സിൻ, ഇതൊക്കെ പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്ന സമയത്ത് തന്നെ എടുത്താൽ ഈ പ്രഗ്നൻസിയിൽ ഈ പ്രോബ്ലംസ് ഒക്കെ അവർക്ക് ഉണ്ടാവാതെ പറ്റും. അവർക്ക് പ്രഗ്നൻസിയിൽ ഈ വാക്സിൻ എടുക്കാൻ പറ്റുന്നതല്ല. പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്നവരെടുക്കേണ്ട വാക്സിനേഷൻസിനെ കുറിച്ച് നമ്മളൊരു വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് നമ്മളിവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ പ്രഗ്നൻസിയിൽ നമ്മൾ ലൈവ് വാക്സിൻ സാധാരണ കൊടുക്കാറില്ല. ഇതിനൊരു എക്സെപ്ഷൻ ഉണ്ട്. യെല്ലോ ഫീവർ എന്നുള്ള വാക്സിൻ. യെല്ലോ ഫീവർ സാധാരണ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ, യെല്ലോ ഫീവർ കൂടുതൽ കാണുന്ന സ്ഥലത്ത് അവിടേക്ക് ട്രാവൽ ചെയ്യുമ്പോൾ അവിടെ മസ്റ്റായിട്ട് പോകേണ്ടതാണെങ്കിൽ ആ യെല്ലോ ഫീവറിൻ്റെ വാക്സിൻ അത്യാവശ്യമാണെങ്കിൽ എടുക്കാൻ സാധിക്കും. അത് അത്യാവശ്യമാണെങ്കിൽ മാത്രം അങ്ങനത്തെ ട്രാവൽ നടത്തുക. പിന്നെ ഡെലിവറിക്ക് ശേഷം നമുക്ക് ഈ ലൈവ് വാക്സിൻസ് ഒക്കെ എടുക്കുന്നതിന് കുഴപ്പമില്ല. സാധാരണ ബ്രസ്റ്റ് മിൽക്കിൽ ഈ വാക്സിൻ്റെ പ്രസൻസ് കാണാറില്ല, വളരെ വളരെ കുറവായിട്ടാണുള്ളത്. അപ്പോൾ ഈ ലൈവ് വാക്സിൻസ്, അതായത് ഇതുപോലത്തെ MMR, ചിക്കൻ പോക്സ്, ഇതുപോലത്തെ എല്ലാ വാക്സിനേഷൻസും ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന അമ്മമാർക്ക് എടുക്കാം, പക്ഷേ പ്രഗ്നൻസിയിൽ എടുക്കാൻ പാടില്ല. അപ്പോൾ ഈ വാക്സിനേഷൻസ് നമുക്കറിയാം വളരെ ലൈഫ് ത്രെറ്റനിങ്, വളരെ ഡിസീസസിൽ, വളരെ കണ്ടീഷൻസിലൊക്കെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് അമ്മയ്ക്ക് വേണ്ട ആൻറ്റിബോഡി നൽകാനും അതുപോലെ തന്നെ കുഞ്ഞിനും അതിൻ്റെ ഒരു ഇമ്മ്യൂണിറ്റി ആദ്യത്തെ മാസങ്ങളിൽ കുഞ്ഞിന് ലഭിക്കാനും ഈ വാക്സിനേഷൻസ് സഹായിക്കും. നമുക്കറിയാം കോവിഡ് സമയത്ത് ഗർഭിണികൾ അന്ന് ആദ്യമേ വേണ്ടത്ര സ്റ്റഡീസ് ഒന്നും ഇല്ലാതിരുന്നതിനാൽ അന്ന് പ്രഗ്നൻറ്റ് ലേഡീസിന് അല്ലെങ്കിൽ ബ്രസ്റ്റ് ഫീഡിങ് മദേഴ്സിന് നമ്മൾ അന്ന് കോവിഡ് വാക്സിൻ ആദ്യം കൊടുക്കുന്നില്ലായിരുന്നു. പക്ഷേ വളരെ ആളുകൾക്ക്, വളരെ അമ്മമാരെ നമുക്ക് അതുകൊണ്ട് നഷ്ടമായിട്ടുണ്ട്. വളരെ ബ്രസ്റ്റ് ഫീഡിങ്ങിൽ തന്നെ നമുക്ക് പേഴ്സണലി അറിയാം, നമ്മൾ വാക്സിൻ എടുക്കാതെ കോവിഡിൻ്റെ പ്രോബ്ലം കൊണ്ട് മരിച്ചിട്ടുള്ളവർ. അതിനാൽ പിന്നെ സ്റ്റഡീസ് വന്ന് ആ പ്രഗ്നൻറ്റ് ലേഡീസിനും നമ്മൾ ബ്രസ്റ്റ് ഫീഡിങ്ങിലുമൊക്കെ ഈ കോവിഡ് വാക്സിനൊക്കെ കൊടുക്കാൻ തുടങ്ങി. അപ്പോൾ ഈ വാക്സിനേഷൻസൊക്കെ കൂടുതൽ എക്സ്റ്റെൻസീവായിട്ട് റിസർച്ച് ചെയ്ത് അത് അമ്മയിലും കുഞ്ഞിനും പ്രോബ്ലം ഉണ്ടാകുന്നതെന്നൊക്കെ എക്സ്റ്റെൻസീവായിട്ടുള്ള സ്റ്റഡീസിന് ശേഷമാണ് ഈ റെക്കമെൻഡേഷൻസ് വരാറുള്ളത്. അതെടുക്കുവാൻ ആരും മടിക്കേണ്ട കാര്യമില്ല. നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞിനെയും സീരിയസ് ആയിട്ടുള്ള ഡിസീസസിൽ നിന്ന്, ഇൻഫെക്ഷനിൽ നിന്ന് പ്രിവെൻറ്റ് ചെയ്യുവാൻ ഈ വാക്സിനേഷൻ നിങ്ങളെ സഹായിക്കും. നമുക്ക് അടുത്ത ഫ്രൈഡേ പുതിയൊരു വീഡിയോയുമായി കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. നന്ദി, നമസ്കാരം.